എന്തായാലും ഇപ്പോൾ എബിയും ഭദ്രയും തയ്യാറായിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്തു നിന്ന് അവർ ചേരുകയാണ്, പൂരനഗരിയുടെ മറുഭാഗത്തു നിന്ന്. എബി, ഭദ്ര, രണ്ടുപേർക്കും സ്വാഗതം. എങ്ങനെയാണ് ഇപ്പോൾ രാവിലെ പൂര വിളംബരം നടന്നു? എന്തൊക്കെ കാഴ്ചകൾ ഇനി ഉണ്ടാവും? ഒരുപക്ഷെ നാളെ വലിയ പൂരം, മഹാപൂരം നടക്കാനിരിക്കുമ്പോൾ അതിന് മുന്നോടിയായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും? ഫിജി, നിരവധിയായിട്ടുള്ള പൂരം വിശേഷങ്ങളുണ്ട്. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു തൃശ്ശൂർ പൂരത്തിനൊരു തീർത്ഥയാത്ര എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് ഈ പൂരവുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ അറിവുകളും അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. സുധീരേട്ടനാണ് ബന്ധപ്പെട്ട്. സുധീരേട്ടൻ, എങ്ങനെയാണ് ഒരു പുസ്തകത്തിൻ്റെ ഒരു ഇതിലേക്ക് വന്നത്? മാഷും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ രക്ഷാധികാരിയായിട്ട്. അപ്പോൾ എന്തായാലും ഈ പൂരങ്ങളുടെ ഈ ഒരു ഒരുപാട് കൂടിച്ചേരലുകളൊക്കെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും അങ്ങനെ തൃശ്ശൂർ പൂരത്തെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് എൻ്റെ പൂരാശംസകൾ എല്ലാവർക്കും. നമ്മൾക്ക് ഇപ്പോൾ തൃശ്ശൂർ വന്ന് പൂരം കാണും, പക്ഷേ എവിടെയാണ് എന്തായിട്ട് ചടങ്ങ് നടക്കുന്നതെന്ന് ഒരാൾക്കും കാര്യമായിട്ട് അറിയില്ല. എവിടെ പാണ്ടിമേളം കൊട്ടുന്നു, എവിടെ ചെണ്ടമേളുണ്ട്, എവിടെ പഞ്ചവാദ്യമുണ്ട്, എവിടെ ആനകളുടെ പ്രദർശനമുണ്ട്, പിന്നെ ഘടകപൂരങ്ങളുടെ കാര്യങ്ങൾ എന്താണ്. അപ്പോൾ ഇതിൽ പെടുന്ന 8 ക്ഷേത്രങ്ങളും പിന്നെ 2 ടൗണിലുള്ള പാർമേക്കാവും തിരുമണി, അങ്ങനെ 10 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തി അവിടുത്തെ പ്രസിഡൻറ്റുമാർ, സെക്രട്ടറിമാർ, ഇതാദ്യമായിട്ടാണ് ഒരു പക്ഷേ എൻ്റെ ഇതിൽ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ 10-45 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് പറയാണ്, ആദ്യമായിട്ടാണ് പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഇതിങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കല്ല, പൊതുജനങ്ങൾക്ക്, പൂരപ്രേമികൾക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതിൽ വലിയതെന്ന് ആശംസകൾ പറഞ്ഞിട്ടുള്ളത് ഇത് തെക്കേമഠം മുപ്പിലിയാർ സ്വാമിയാർ ശങ്കരാചാര്യരുടെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാരിലാണ്. ഒരു കാലത്ത് പൂരത്തിന് തിരുമ്പാടി ദേശത്തിന് കൊടയും കോലവും ഒന്നും ഇല്ലാത്ത കാലത്ത് അവർ പോയിട്ട് നാട്ടിലെ പ്രമാണികൾ പോയി പറഞ്ഞു സ്വാമിയാരോട് പറയുകയാണ്, നിങ്ങളെ നമ്മുടെ അവിടെ ഇരിക്കുന്ന സ്വർണ്ണക്കോലും കുടയൊക്കെ ഒന്നും തന്ന ഉപകാരമായിരിക്കുന്നത്. അപ്പോൾ സ്വാമിയാരൊരു കണ്ടീഷൻ വെച്ചു, ഇവിടുന്ന് കെട്ടി എഴുന്നള്ളിക്കണം. അത് മഠത്തുനിന്നുള്ള വരും, മഠത്തിലേക്കുള്ള വരും, ഇവിടെ നിന്ന് സ്വർണ്ണക്കോലും ഇതൊക്കെ കെട്ടി. ഇന്ന് ആ ചടങ്ങ് മുടങ്ങാണ്ട് നടക്കുന്നു. പ്രസിദ്ധമായ തൃശ്ശൂർ പഞ്ചവാദ്യം, തിരുമ്പാടിയുടെ പഞ്ചവാദ്യം തുടങ്ങുന്നത് മഠത്തുനിന്നുള്ള വരവിൽ നിന്നാണ്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ അറിയാലോ, പിന്നെ ഉള്ളിലേക്ക് ഇന്ന് ഒരു ആൾക്ക് പോലും പ്രവേശനത്തിന് നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണ്. കർശന നിയന്ത്രണങ്ങൾ. പൂരം വികസിക്കേണ്ട ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, ഈ നമ്മൾ വേർത്തൊലിച്ച് ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഗവൺമെൻറ് എന്തുകൊണ്ട് നിയന്ത്രണം ഇതിനു മുമ്പുണ്ടായില്ല നമുക്ക് ചോദിക്കാം. പക്ഷേ നിയന്ത്രണം വേണം, പക്ഷേ വളരെ കടുത്തതാണ്. ഒരു പൂരപ്രേമിക്കും ഈ MO റോഡിൽ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല, നായ്ക്കനാലിൽ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. നമ്മൾ കുഞ്ഞു മക്കളടക്കം 4 മണിക്കൂർ വെടിക്കെട്ടിൻ്റെ കർശനമായ നിയന്ത്രണങ്ങൾ, ആന, പൂരം, ആനയുടെ ഡിസ്റ്റൻസ്, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പൂരം കാണാമല്ലോ. ഇപ്പം നിങ്ങൾക്ക് ആ ചാനലിൽ എല്ലാവർക്കും ആലോചിച്ചറിയാം, ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു റൂം കിട്ടാനില്ല. എന്തുകൊണ്ട് ആൾക്കാർ ഇവിടെ വരുന്നു? കംഫർട്ടായിട്ട് നമ്മളുടെ മറ്റുള്ളൊരു നെന്മാറ പോയി കഴിഞ്ഞാൽ അവിടെ വീടുകളിൽ നമ്മൾ താമസിക്കണം, ഒരു ലോഡ്ജ്. പക്ഷേ ഈ ലോഡ്ജിൽ പോലും ഒരു രക്ഷയില്ല. അവർ വന്ന് പുറത്ത് നിന്ന് കാണാമെന്നല്ലാതെ ഇപ്പോൾ വെടിക്കെട്ടിലെ ഉള്ളിലേക്ക് പറ്റില്ല. നിയന്ത്രണങ്ങൾ കുറയ്ക്കണം, പൂരം ഗംഭീരമാക്കണം. നിങ്ങളെപ്പോലുള്ളവർ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഞങ്ങളുടെ ആദരവ് സംഘടന എന്ന് പറഞ്ഞാൽ ചാരിറ്റബിളാണ്. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഞങ്ങളൊരു യാത്ര നടത്തി. ആ യാത്ര വളരെ സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പരിപാടികൾ ഈ ക്ഷേത്രങ്ങളെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഈ ഘടകപൂരങ്ങളെല്ലാം നടത്തുന്ന ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ പോകണം, അവരെ ഹൈലൈറ്റ് ചെയ്യണം, എല്ലാവരും കൊണ്ടുവരണം. പക്ഷേ ഇങ്ങനെ ഒരു പുസ്തകം ഇത് ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇത് ഇവിടെ വരുന്ന നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് പോലും അത്തരത്തിൽ വലിയ ആഴത്തിലുള്ള ധാരണ ഇല്ലാതെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കുറേ കൂടെ ഇതിൻ്റെ ഒരു ആഴത്തിലുള്ളൊരു പഠനം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട് ചിയാരത്താണ്. അപ്പോൾ ചിയാരം ഞാൻ ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകും. ആ ക്ഷേത്രത്തിൽ ചിയാരം പൂക്കാട്ടിക്കര ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഈ പൂരത്തിൻ്റെ സമയമാകുമ്പോൾ പുറം വന്ന് കുറേ ആളുകൾ, നമ്മളറിയാത്ത ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ വരാറുണ്ട്. അപ്പോൾ അത് ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറി കഴിഞ്ഞ ആ 7 ദിവസത്തിനുള്ളിൽ അവർ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും അവർ ദർശനം നടത്തും. അത് അവർ വലിയൊരു ഇതാണ്, അതങ്ങനെ വേണം, ഒരു വഴിപാടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അവരെന്നെ പറയുന്നു, ഞങ്ങൾക്കത് എല്ലായിടത്തേക്കും എത്താൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സൗകര്യക്കുറവ്. എന്താ വെച്ചാൽ ഈ 10 ക്ഷേത്രങ്ങളിലേക്ക് എല്ലാം നട അടയ്ക്കും മുപ്പാടൊക്കെ എത്തിപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഇങ്ങനെ 2-3 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിനൊരു പോംവഴി. ആ പോംവഴിയാണ് നമ്മൾ
നമ്മളിപ്പോൾ സഫലമായത് ഈ 2 ദിവസം മുന്നേ ഞങ്ങൾ ഒരു തീർത്ഥയാത്ര സംഘടിപ്പിച്ചു. എല്ലാ ക്ഷേത്രങ്ങളിലും 10 ക്ഷേത്രങ്ങളിലും കൃത്യസമയത്ത് പോയി. അപ്പോൾ അത് ആവുംപാട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ കമ്മിറ്റിക്കാരെല്ലാവരും മെമ്പർമാരെല്ലാവരും 2-3 തവണ കാറിൽ സ്കൂട്ടറിലൊക്കെ പോയി ഓരോ ക്ഷേത്രങ്ങളും നട അടയ്ക്കുന്ന സമയമൊക്കെ കൃത്യമായി നോക്കിയിട്ട് ബ്ലോക്ക് വരാൻ പാടില്ലല്ലോ, 3 മണിക്കൂർ കൊണ്ട് എല്ലാം കഴിയണം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ആ സമയമൊക്കെ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾക്കൊരു ചിന്ത വന്നു, ഇതുപോലെ പല ആളുകളും അറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മളൊരു വലിയൊരു മൂലധനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ പുസ്തകം ഇറക്കിയത്. ഈ പുസ്തകം നമ്മൾ സാധാരണ എല്ലാം മലയാളത്തിലാണ്, ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും. അപ്പോൾ കുറേ വിദേശികൾക്ക് ഈ പുസ്തകം നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഇത് പ്രയോജനമാവും. അതനുസരിച്ചുള്ള ഒരു സംവിധാനത്തിലാണ് പൂരം എന്താണ്, തൃശ്ശൂർ പൂരം എന്താണെന്ന് കുറിച്ചറിയാൻ ഈ പുസ്തകം മാത്രം മതി. അതാണ് ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇന്നത്തോടു കൂടി സഫലമായിട്ടുള്ളത്. 15-ാം തീയതി പോയിരുന്നത്. 15-ാം തീയതി പോയിട്ട് ഞാൻ തിരുമ്പാടി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ വേറൊരു ഗ്രൂപ്പ് നമ്മളെ ഉള്ളവർ തന്നെ വീണ്ടും വേറെ യാത്ര ചെയ്തപ്പോൾ ഒരു വ്യക്തി പഴയന്നൂരിൽ നിന്നുള്ള ഒരാളാണ്, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ. ഞാനിത് അങ്ങേരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങേര് ചോദിച്ചു, വളരെ സന്തോഷമായി സാർ, ഇതെനിക്കൊരു ഉപകാരം ചെയ്യും, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരൂ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോലും എനിക്ക് കണ്ടത് ഈ പൂക്കാട്ടുകര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ പറയുക എല്ലാവരും കാരമുക്ക് ക്ഷേത്രം എന്നാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവനും വിഷ്ണുവും ഭഗവതിയും ഉണ്ട്. വട്ട ശ്രീകോവിലാണ്. പിന്നെ ഇവിടെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ലാലൂർ കാർത്തിക ക്ഷേത്രം. പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ നിറയ്ക്കൽ ഒരു പ്രധാനമാണ് കൊടിമരത്തിൻ്റെ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ. പിന്നെ ഒരു പ്രത്യേകത, കണിമംഗലം ശാസ്താവ് ദേവഗുരു എന്ന് മാത്രമല്ല, കണിമംഗലം ശാസ്താവിനെ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരി 33 കൊല്ലമായിട്ട് ഒരു കൈമള് മുമ്പിൽ അമ്പും വില്ലും ദേവഗുരു ഇപ്പോൾ അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ മുമ്പിലുണ്ടാവും. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അത് ഇവിടെ പൂരം കാണാൻ പറഞ്ഞാൽ അദ്ദേഹം മുമ്പിലുണ്ട് കയറുമ്പോൾ, കണിമംഗലം ശാസ്താവ് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അമ്പും വില്ലുമായിട്ട് കയറുണ്ടാവും. അതൊരു വളരെ അറിയാത്തൊരു കാര്യമാണത്. ആ കാഴ്ച തന്നെ നമുക്ക് നാളെ ആ ഒരു കാഴ്ച നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഈ പൂരം വരവ് കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും അതിനൊക്കെ ഓരോരോ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് തരത്തിലാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന നമുക്ക് കൃത്യമായ രീതിയിൽ അറിവ് നൽകുന്ന ഒരു പുസ്തകം കൂടിയാണ്. എന്തായാലും ഒരു ശ്രമകരമായിട്ടൊരു ജോലിയാണ് നിങ്ങൾ നിർവഹിച്ചത്. അതിലൊരുപാട് നന്ദിയും കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. എന്തായാലും പൂരത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ അങ്ങോട്ടും തരുന്നു. പൂരത്തിൻ്റെ ആശംസകൾ കാണാനും ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്കപ്പോൾ എല്ലാവർക്കും കൂടി നമ്മുടെ പൂരം അങ്ങോട്ട് അടിപൊളിയാക്കാം. അപ്പോൾ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിജി. തീർച്ചയായും. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. തിരക്കിൻ്റെ ഇടയിലാണ് വന്നതെന്നറിയാം. ഓക്കെ. അപ്പം അങ്ങനെ ഇതിൻ്റെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് കാളിദാസൻ പറഞ്ഞതുപോലെ തന്നെ കാളിദാസൻ അവിടെ ഈ ആനകളുടെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നാളെ കൃത്യമായ രീതിയിൽ ഇതിനൊക്കെ ഫിറ്റായിട്ടുള്ള ഗജവീരന്മാർ തന്നെ നമ്മുടെ പൂരത്തിന് അകമ്പടിയായിട്ടുണ്ടാകും. അവർ മുന്നിൽ നിന്ന് ഈ പൂരത്തിൻ്റെ ആ ഒരു അഴക് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഒരുപാട് നന്ദി നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് കേട്ടോ. ഓക്കെ.